അപ്പോൾ നമ്മളിന്നുള്ളത് ചിറയിൽ അഗ്രോ ഗാർഡനിലാണ്. ഇതൊക്കെ ചിറയിൽ നമുക്ക് അറിയാമല്ലോ, നമ്മളൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് നഴ്സറിയാണ്. കണ്ടപ്റ്റ് നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈകൾ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നഴ്സറി. അതായത് നമുക്ക് സ്വന്തമായിട്ട് മദർമരങ്ങൾ ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ട് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, നമുക്കതിന് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ആയിട്ടുള്ള പോളിയോസ് കയറൽ, അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇത് നമുക്ക് മാസത്തിലും 2 മാസം ഒരിക്കൽ വർഷമൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും അവിടുത്തെ സ്റ്റാഫുകൾ, ഇപ്പോൾ നമ്മുടെ ADA അല്ലെങ്കിൽ കൃഷി ഓഫീസർമാർ, അതുപോലെ നമ്മുടെ മലപ്പുറം നിന്നുള്ള DDPA പോലെ ഉള്ളവരോട് വിസിറ്റ് ചെയ്ത് ഇവിടെ കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ളത് അവർ ഉറപ്പ് വരുത്തിയിട്ട് അവർ സൈൻ ചെയ്യണം. കാരണം ഇത് നമുക്ക് ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ അവരിവിടെ നിന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ഗവൺമെൻറ് അംഗീകാരം നമ്മുടെ നഴ്സറിക്ക് കിട്ടുകയുള്ളൂ. നമുക്കിവിടെ സ്വന്തമായിട്ട് ഒരുപാട് മദർമരങ്ങളുണ്ട്. എല്ലാ തൈകളും ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ എല്ലാ തൈകളുടെയും മദർമരങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാവിൻ്റെ വെറൈറ്റീസ് ആയാലും പ്ലാവിൻ്റെ വെറൈറ്റിയും ചിക്കുവിൻ്റെ ഏത് തന്നെ ലോങ്ങൻ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും മദർമരങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നട്ട മദർമരങ്ങൾ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ബനാന എന്ന് പറഞ്ഞ മാവാണ്, ബനാന മാവ് കായ്ച്ച് ഇത് പൊഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ശേഷം കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ശേഷം പൊത്തിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിന് പൊക്കും. അപ്പോൾ ഇങ്ങനെ കായ്ച്ച് ഉറപ്പ് വരുത്തിയ മാവിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതും നമ്മൾ ഇവിടെ നമ്മുടെ ഈ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കൊണ്ടോട്ടി ഭാഗത്താണ് വരുന്നത്, നമ്മുടെ ചിറയിൽച്ചുങ്കം കൊണ്ടോട്ടി മലപ്പുറം. അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ ചൂടുള്ള ഏരിയയിൽ തന്നെ കായ്ച്ച് വളർന്ന തൈയിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചൂടുള്ളെടുത്ത് കൊടുക്കാൻ കഴിയും. കാരണം നമ്മുടെ തൈകളൊക്കെ വെച്ചത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുഴുവൻ ഏകദേശം നല്ല ചൂട് ഫുൾ ടൈം വെയിലുള്ള സ്ഥലത്താണ്. അപ്പോൾ ചിലപ്പോൾ തൈന് ചിലപ്പം നിങ്ങൾ മറ്റു ദിവസം എന്ന് നല്ല പച്ചപ്പുണ്ടായിക്കൊണ്ടാണ്. കാരണം ഡയറക്റ്റ് ചൂടടിക്കുന്നതിൻ്റെ കുറച്ച് ഇതിനുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചൂടുള്ള കാലാവസ്ഥയിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരില്ല. കാരണം സർവൈവ് ചെയ്യും. കാരണം സ്വാഭാവികമായിട്ടും ഇത്രയും ചൂടത്ത് വളർന്ന തൈയാകുമ്പോൾ അതിന് ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാലും പ്രശ്നമില്ല. മറ്റു ചില ഗ്രീൻ നെറ്റ് ആയിട്ട് വെക്കുമ്പോൾ നല്ല പച്ചപ്പും ഫിനിഷിങ്ങും തൈനുണ്ടാവും. പക്ഷെ അത് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആ ഫിനിഷിംഗ് അവിടെ കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം സർവൈവ് ചെയ്തെടുക്കാനും അഡാപ്റ്റായി വരാനൊക്കെ ഒരു സമയകാലങ്ങളും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സാധ്യതകളൊക്കെ വരും. അപ്പം അങ്ങനത്തെ നമുക്ക് വളരെ കുറവാണ്. ഇൻ കേസ് തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറ്റി പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 24 hours നമ്മുടെ കസ്റ്റമർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ആവശ്യം പറഞ്ഞു തരും. ഇൻ കേസ് നിങ്ങൾ നമ്മളൊരു രീതി നോട്ടീസായിട്ട് കൊടുക്കാറുണ്ട്, ജസ്റ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഇവിടെ ഒരു നോട്ടീസ് നമ്മൾ ചെയ്തും കൊടുക്കാറുണ്ട്. അത് പ്രകാരം ചെയ്ത് നിങ്ങൾക്ക് തൈ നഷ്ടപ്പെടുക എന്നീ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് നിങ്ങൾക്ക് ഡബിൾ ഗ്യാരണ്ടി തരുന്നത്. ഒന്ന് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതായിട്ട് കായ്ക്കുന്നുള്ളൊരു ഗ്യാരണ്ടി നമ്മൾ നൽകുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ അതിനാവശ്യമായിട്ട് അത് നിങ്ങൾക്ക് ചിലവായിട്ടുള്ളതും ആ തൈൻ്റെ ആയിട്ടുള്ള നഷ്ടപരിഹാരം. അതായത് ആ തൈ ഇവിടുന്ന് വാങ്ങിപ്പോയിട്ട് ആ ഒരു ഡ്യൂറേഷൻ നഷ്ടപ്പെടുന്നത് വരെയുള്ള ആ ഡ്യൂറേഷന്റെ ഒരു പേയ്മെന്റ്. അതെ, നിങ്ങൾ നിങ്ങൾ വളർത്തിട്ടുണ്ടാവും വർക്ക്. അപ്പം അതിൻ്റെതായ ചിലവും കൂടി നമ്മൾ നിങ്ങൾക്ക് തിരിച്ചു തരും. കാരണം അത്രയും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതിന് മുതലായിട്ട് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. നമ്മളിവിടെ ഉണ്ടാക്കുന്ന തൈകൾ. പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടാഗുള്ള തൈകൾ. ഇപ്പം ഇത് നമ്മുടെ ഇവിടെ മാത്രമല്ല, നമ്മുടെ ഏകദേശം കേരളത്തിലുടനീളം ഒരു 300ഓളം നഴ്സറികൾ, മൊത്തം 600 നഴ്സറി മലബാറിൽ വരുന്നത്. കേരളത്തിൽ ഒരു തൃശ്ശൂർ മുതൽ ഇവിടെ നിന്ന് വരുന്നൊരു കാസർഗോഡ് വരെയുള്ള ഒരു ഗ്യാപ്പിൽ ഒരു 600 നഴ്സറികൾ ടോട്ടൽ ഉണ്ടാവും. അതിന് 300 പറഞ്ഞ നഴ്സറികളിൽ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷേ അതിന് നിങ്ങൾ സെയിം ഫെസിലിറ്റീസ് തന്നെ നമ്മൾ ആ 300 നഴ്സറികളിൽ ഏതെന്ന് വാങ്ങിയാലും നമ്മൾ കിട്ടും. പക്ഷേ എൻഷുർ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ടാഗ് അതിലുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. പിന്നെ നിങ്ങൾ അവരുടെ ബില്ലിൽ ഈ ചിറയിൽ നിന്ന് വാങ്ങിയതെന്ന് മെൻഷൻ ചെയ്യിപ്പിക്കുകയും വേണം. കാരണം എല്ലാവർക്കും വെറുതെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ വാങ്ങുന്ന നഴ്സറികൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം, നമ്മുടെ തൈകൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണമല്ലോ. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ബില്ല് അത് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ടാഗ് ഒപ്പം ബില്ല് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോടും ചെയ്തിരുന്നു. നമ്മുടെ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതായത് നമ്മുടെ ഗവൺമെന്റ് അപ്രൂവ്ഡ് നഴ്സറിയാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മളൊരു ബെനിഫിറ്റ് ആണ്. അതായത് നമ്മളൊരു ബാക്കിയുള്ള നഴ്സറികളിൽ നിന്ന് നമ്മൾ വേറിട്ട് നിർത്തുന്നതാണ്. ഈ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട് നമ്മുടെ കസ്റ്റമറിന് എന്താണ് ലാഭം? ഇതിൽ കുറേ മെച്ചമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. കാരണം ഈ മദർമരങ്ങൾ ഞാൻ പറഞ്ഞില്ല, മദർമരം ഇതിവരുടെ വിസിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് വർക്ക്സ് കാര്യങ്ങൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ പ്രൊസീജിയറൊക്കെ ഗവൺമെൻറ് വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ജെന്യൂനിറ്റി ഉറപ്പ് വരുത്താന്നുള്ള ഒന്ന്. പിന്നെ നിങ്ങൾക്ക് ഇനി ഇൻ കേസ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭാഗങ്ങളിൽ സബ്സിഡികൾ വരും. അതായത് ഇപ്പം റംബൂട്ടാൻ ഗ്രാമം, മാവ് ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ പദ്ധതികൾ വെക്കുന്ന സമയങ്ങളിൽ അങ്ങനത്തെ പദ്ധതികളിലേക്ക് നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോയി തൈൻ്റെ ബില്ല് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ സബ്സിഡി ആനുകൂല്യം കിട്ടും. എല്ലാ നഴ്സറിയിൽ നിന്ന് വാങ്ങിയാൽ കിട്ടിയാലുണ്ടാവില്ല. ഗവൺമെൻറ് ഫാമുകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃതമായ നഴ്സറികളിൽ നിന്നോ വാങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യം കിട്ടില്ല. അങ്ങനെ അനുകൂലമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതായത് ഒരു തോട്ടമൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് അതിന് കിട്ടും. അതെ, തീർച്ചയായിട്ടും. തോട്ടമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇത്തപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇന്ന തോട്ടത്തിന് ഇത്ര സബ്സിഡി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ തോട്ടങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് സബ്സിഡിയുള്ള തോട്ടം രണ്ടും കിട്ടും. അതായത് നമുക്ക് ഗവൺമെൻറ് നമ്മുടെ ലൈസൻസ് കാര്യങ്ങൾ നമ്മുടെ ഇന്ന ബില്ലിൽ നമ്മൾ എഴുതി കൊടുത്താൽ, കാരണം നമ്മുടെ അതിലുണ്ടാവും ലൈസൻസ് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ സബ്സിഡി. ഇപ്പോൾ ഈ അടുത്ത് ലാസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ട് റംബൂട്ടാൻ ഗ്രാമം എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു.
അപ്പോൾ അതിന് നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇതേമാതിരി 50 സെൻറ്റിലോ മൊത്തമായിട്ട് അവർക്ക് നമ്മുടെ റംബൂട്ടാൻ ഫുള്ള് വെച്ച് കൊടുത്തു. നമ്മുടെ ബില്ലും കാര്യങ്ങളും വർക്ക് ചെയ്ത് കൊടുത്തു. അവർക്കായിട്ട് സബ്സിഡി കാര്യങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ തോട്ടങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ ഇനി സബ്സിഡി ഇല്ലെങ്കിൽ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് തോട്ടം. നിങ്ങൾക്ക് സ്ഥലമുണ്ട് നോക്കാൻ ആളുകളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തോട്ടം വെച്ച് കൊടുക്കുന്ന രീതിയുണ്ട്. അല്ല നമ്മൾ അതിൻ്റെ ഐഡിയ പ്ലാനിങ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന രീതികളുണ്ട്. നിങ്ങൾക്ക് തോട്ടം വെച്ച് കൊടുക്കാൻ നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രീതിയുണ്ട്. അല്ല നിങ്ങൾക്ക് 3-4 കായ്പ്പിക്കുന്നവരെ നോക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ ഏത് രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കാം. അതായത് ഒരു തൈ ഇവിടുന്ന് വാങ്ങിപ്പോയാൽ പിന്നെ കായ്ച്ച് പഴം കഴിക്കുന്നത് വരെയുള്ള ഫെസിലിറ്റീസ്. അതെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സ്ത്രീ, ഒരു മഹതി, നമുക്ക് അവരുടെ ഒരു സ്വതക്ക ഒരു ദാനധർമ്മം എന്നുള്ള രീതിയിൽ അവർ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് സാധനം വാങ്ങുന്നവർക്ക് ഒരു തൈ കൂടി എക്സ്ട്രാ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റൊന്നുമില്ല, അവർക്ക് നാടൻ ഇനത്തിൽപ്പെട്ട തൈ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു തൈ ഒരാൾക്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് അവരെ തൈ കൊണ്ട് നട്ട് പരിപാലിച്ച് അത് കായകളൊക്കെ ഉണ്ടായി അത് മനുഷ്യരും കിളികളും എല്ലാവരും തിന്ന ദീർഘകാലം നിൽക്കുന്ന നാടൻ ഇനങ്ങളിലേക്ക് കൊടുക്കണം എന്നാണ് പുള്ളിയുടെ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സ്വതക്ക എന്ന രീതിയിൽ ഒരു ദാനധർമ്മം ഇവിടെ ഇപ്പം നിലവിലുണ്ട്. ഏകദേശം ഒരു ജൂൺ 5 വരെ നമുക്കത് പോവും. അതായത് നമ്മുടെ ഒരു ബില്ലില്, ഒരു കസ്റ്റമറിന്റെ ഒരു ബില്ലില് ഒരു തൈ ഫ്രീ. അതിപ്പോ ഏത് തൈ അവരെടുത്താലും ഏത് തൈ ആയാലും കുഴപ്പമില്ല. കൂടുതലും ഇവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന തൈകൾ നാടൻ ഇനങ്ങളാണ്. കാരണം അവർക്ക് വേണ്ടത് കുറച്ച് വലുതായി കുറച്ച് കാലങ്ങളോടെ നിന്ന് അതിൽ കുറെ പഴങ്ങൾ ഉണ്ടായത് കൃഷി മനുഷ്യർ മാത്രമല്ല പക്ഷികളില്ലാത്ത അവർക്ക് അത്രയും സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാനാണ് താല്പര്യം. പക്ഷെ അങ്ങനെ സ്ഥലമില്ലാത്തത് കൊണ്ട് കൊണ്ടുപോകുന്ന ആളുകൾ മുഖേന ഞങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ 2 വട്ടം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടം നമുക്ക് ജൂൺ 5 വരെ വരുന്ന ഏകദേശം. കാരണം അവർക്ക് ഒരു എമൗണ്ടാണ് പറഞ്ഞത്. ഒരു എമൗണ്ട് ആദ്യം തന്നു, അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം അവരുടെ ഒരു കണക്ക് പ്രകാരം ഒരു ജൂൺ 5 വരെയുള്ള എമൗണ്ട് ഇനി എവിടെ കഴിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടുത്തെ തൈകൾ, ഇവിടുത്തെ നാടൻ തൈകൾ കുറച്ച് നമുക്ക് അവൈലബിൾ ആയതുണ്ട്. അത് നമ്മൾ അവരുടെ അതിന് വേണ്ടി നമ്മൾ കൊടുക്കും. എന്തായാലും ജൂൺ 5 വരെ നമുക്ക് എന്തായാലും കൊടുക്കാൻ കഴിയും. എന്തായാലും കൊടുക്കാം. ഇത് മൾട്ടിയാണോ ഇവിടെ ഇരിക്കുന്നത്? ഇത് നമ്മുടെ മൾട്ടി ഇനങ്ങളാണ്. ഇതിപ്പോൾ മൾട്ടി ആണല്ലോ. ഇത് പല ഐറ്റംസും ഉണ്ട്. മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഐറ്റം ഒരു മാവിൽ ചെയ്യാന്നുള്ളതാണ്. അതായത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. അതെ, ഇതിപ്പോൾ ഇതിൽ കായ്ക്കോ പോത്ത് കിട്ടുമോ അത് ഇത് കണ്ടില്ല. ഇപ്പോൾ നമ്മുടെ നാംഡോക്കുമ്പോൾ ഏകദേശം ഉണ്ടാവും. ഇത് പോത്തിട്ടുണ്ട്, നമുക്ക് പൊട്ടിക്കാം. അത് ഇതിൽ വെച്ചാൽ കട്ടിയാണ് കുറച്ചിട്ട് സംശയം ആളുകൾക്ക് വരണ്ടല്ലേ. കത്തി ഉണ്ടായിരുന്നു. ഗോൾഡ് ആണ്. അതെ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ മുറിച്ചെടുക്കണത്? പീസ് മുറിച്ചെടുത്താലോ? ഇങ്ങനെ എടുത്താൽ അതിങ്ങനെ ഒരു പീസ് അങ്ങനെ എടുക്കാം. നമ്മൾ എപ്പോഴും മുറിച്ചെടുക്കാൻ ചെയ്യാറ്. ഓക്കെ, എന്നാൽ പിന്നെ ഇങ്ങനെ മുറിച്ചേക്കാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഫുൾ പഴുപ്പ് ആവണുള്ളൂ തോന്നുന്നു. ഏകദേശം കഴിഞ്ഞില്ല. ഒരു പൊടിക്കൂടി ആവാനുള്ളതാ. കഴിക്കാൻ കഴിയും. ആദ്യം നിങ്ങൾ കഴിച്ചോളി. ഇതല്ല ദേശം ഒന്നും കൂടി ആവാണ്ട്. ജസ്റ്റ് ഒരു പൊടിക്ക് കൂടെ ഗോൾഡ് ആയോണ്ടാ തോന്നണം. ആ ഒരു കളറ് നമുക്ക് അയിമ നിൽക്കുമല്ലോ. മധുരം കേട്ടോ, കഴിച്ചോക്കും. അടിപൊളി കേട്ടോ. ശരിക്കും ഈ ഒരു സമയത്ത് ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പൊത്ത് വെച്ചിട്ടാണ്. ഇതുകൊണ്ട് പൊത്താറ് രസം ഇങ്ങനെ കഴിക്കാനാണ് തോന്നുന്നില്ലേ? അതും പഴുത്തേനെക്കാട്ടി രസം ഇങ്ങനെ കഴിക്കാനാണ് തോന്നുന്നു. അറിയില്ല, പഴുക്ക് പോലെ ഇഷ്ടമായിരിക്കും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ നല്ല പൊത്ത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇത് രസമുണ്ട്. കറുമുറും ഉണ്ട്, അതേമാതിരി മധുരം ഉണ്ട്. ഇതങ്ങ് പൊട്ടിച്ചേക്കാം. ഇരുപക്കണ്ട. അപ്പം ഇതുപോലെ നമ്മൾ മൾട്ടി കസ്റ്റം ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും. നമ്മൾ നിങ്ങൾക്ക് ഒരാൾ പിന്നെ ഐറ്റംസ് ഇപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഐറ്റംസിൽ എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരാൾ പറയണേ എനിക്ക് ഇന്ന ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവർ മുൻകൂട്ടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവർ പറയണേ എനിക്ക് ഇത്ര ഐറ്റം വേണമെങ്കിൽ ടൈം ലിമിറ്റ് വരും. കാരണം ഒരു തൈല് ചെയ്താൽ ഒറ്റയടിക്കെല്ലാം പിടിച്ചോളൊന്നും ഉണ്ടാവില്ല. അപ്പം ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. മിനിമം ഒരു 6 മാസമെങ്കിലും മുന്നേ നമുക്ക് ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട തൈകൾക്ക് അവർക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം പല മരങ്ങൾക്ക് ഓരോ ഇനങ്ങൾക്ക് ഓരോ വളർച്ചയായിരിക്കും. ഗ്രോത്ത് വ്യത്യാസം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അത് ബാലൻസ് ചെയ്യണം. അപ്പോൾ 4 കമ്പലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് വലിയൊരു കമ്പ് നോക്കി 3 ചെറുത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വലുതുമായിട്ട് അങ്ങ് വളർന്നു പോകും. പിന്നെ അതേമാതിരി തന്നെ പലതും പല സമയത്താണ് കായ്ക്കുക. അപ്പോൾ നീലം വഴുകി കായ്ക്കുന്നുണ്ട്, കുളമ്പ് നേരത്തെ കായ്ക്കുന്നതിനാണ്. ഇവിടെ കാട്ടിമൂൺ ഇതൊക്കെ ത്രൂ ഔട്ട് ഇയർ കായ്ക്കുന്ന ഇനങ്ങളാണ്. അങ്ങനത്തെ ആകുമ്പോൾ നമ്മൾ അതും ബാലൻസ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ കസ്റ്റമർ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും. ഇതിലിപ്പോൾ പലതും ഉണ്ടാവും. കാരണം കുറേ ചെയ്തു പോയിട്ട് നശിച്ചു പോയിട്ടുണ്ടാവും. ഇത് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ചെയ്തു വെച്ചാണല്ലോ. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ചിലർക്ക് താല്പര്യപ്രകാരം വരുമ്പോൾ നമ്മളോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറയുന്ന കൂട്ടത്തിൽ എല്ലാം ചെറുതാലും വലുതാലും അവർക്ക് സജഷൻ കൊടുക്കും എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഒരാൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല എനിക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അവർക്കാണ് താല്പര്യം. അത് തന്നെ മാക്സിമം പ്രിഫർ ചെയ്യാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരാളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അയാൾ ഓർഡർ നമ്മുടെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 4 തൈ ഒരു 4 എണ്ണം വീതം വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ഇപ്പോൾ ഒരാൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഡിസംബറിലേക്കാണ് നമ്മൾ ഡെലിവറി കണക്കാക്കുന്നത്. പിന്നെ അതിന് മുമ്പ് ഒരാൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തൊന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഈ കസ്റ്റമൈസ് ഓർഡർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആളുകൾ മൾട്ടി കണ്ടുവന്നപ്പോൾ 1-2 ആൾ നമ്മുടെ ഒരു അഭ്യർത്ഥന മൂലം അങ്ങനെ ചെയ്താൽ നമ്മൾ
നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞത് ചെയ്ത് തന്നൂടെ എന്നൊരു അഭിപ്രായം വെച്ചപ്പം സമയം എടുക്കുമെങ്കിലും അവരോട് സംസാരിച്ചു, അവർക്കത് ഓക്കെ ആയിരുന്നു സമയം. അതിന് ശേഷമാണ് ഈ കസ്റ്റമൈസർ എന്നുള്ളൊരു ആശയം നമ്മൾ ചെയ്തു തുടങ്ങിയത്. ഞാൻ ഡോക്യുമെൻറ്റ് സീഡ് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കണ്ണോക്കി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അത്രയും നൈസ് കേട്ടോ, അത്രയും നമുക്ക് കാമ്പ് കിട്ടിയിട്ടില്ല. കത്തി വെച്ച് നോക്കിയ ശേഷം കത്തിയപ്പുറം കാണണം. ഓക്കെ. നമ്മുടെ ഡ്രമ്മിൽ ഇപ്പോൾ കുറേ പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്, എന്താ സംഭവം അത്? നമ്മൾ ഡ്രമ്മ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഇരട്ടി നമ്മൾ വിറ്റിട്ടുണ്ടാവും. കാരണം കൂടുതലായിട്ടും ഹൗസ് വാമിങ് സെക്ഷന് ഗിഫ്റ്റായിട്ടൊക്കെ ആൾക്കാർ ഡ്രം കൊടുക്കുന്നുണ്ട് ഇവിടെ. ഐ മീൻ വീട്ടിലേക്ക്. അതേമാതിരി സ്ഥലമില്ല, പരിമിതി ഇല്ലാത്ത ആളുകളുണ്ട്, വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഡ്രമ്മ് കൊണ്ടുപോയി ഡ്രമ്മിൽ തന്നെ മൾട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ മൾട്ടി ഉണ്ടല്ലോ, അതിന് ഡ്രമ്മിൽ ചെയ്ത് കൊണ്ടുപോയ ആളുകളുണ്ട്. കാരണം സ്ഥലപരിധി ഇല്ല, വെക്കാനും സ്ഥലമില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡ്രമ്മിൽ മൾട്ടി ചെയ്ത് രണ്ടുമായി. ഇതിപ്പം നമ്മുടെ ഡ്രമ്മിലുണ്ടായൊരു മാവാണ്. ഇതിപ്പം അമ്മിണി എന്ന് പറഞ്ഞ മാവാണ്. കണ്ടാ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചാത്തോണ്ടാണ് തോന്നുന്നത് അതിലൊക്കെ. ഇതിന്റെ ഇത് കുറെ ആൾക്കാർ നമ്മൾ വിളിച്ചു നിങ്ങളാ നിനക്കണില്ലേട്ടോ പറയും. നമ്മൾ ഈ നോക്കുമ്പോൾ അമ്മിണിയായിരിക്കും. പറഞ്ഞു നമുക്ക് ഒരു പേര് ദോഷം മാവാ പോക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യം ഉണ്ടായതാ. ഇതായിട്ടുണ്ട് കേട്ടോ, ആയിട്ടുണ്ടല്ലേ? ഇത് R32 ആ ഒരു സൈസ് വരുന്നുണ്ട്. അതിലാറ് സൈസ് ഉണ്ട്. ഇതൊരു കിലോയുടെ മുകളിൽ വരും. ഇത് കിലോന്റെ മുകളിൽ വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ തൂക്കി വെക്കാം മുകളിൽ കൊണ്ടുപോയിട്ട്. ഇതായിട്ട് നോക്കിയോ, എന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല. അപ്പൊ തന്നെ ഊഹിക്കാറ് ഇതിന്റെ വെയിറ്റ് വരും. നമുക്കിത് മുകളിൽ കൊണ്ടുപോയി തൂക്കി വെക്കില്ല, തൂക്കി വെക്കാം. നമുക്ക് തൂക്കി കറക്റ്റ് അറിയാൻ പറ്റും. ഇതിന്റെ കറക്റ്റ് കണക്കാണെങ്കിൽ ഒരു 900 ഒന്നെ കൂട്ടാം. ഒന്നിന്റെ അടുത്ത് ഒന്നുണ്ടാവും. ഓ, നമുക്കൊന്ന് പോയേക്കാം. ഇത് ഞങ്ങൾ പറിച്ചേക്കാം അല്ലേ? ഇതങ്ങോട്ട് പറിക്കാം. ഓക്കെ. ഇനിയിപ്പം ആളുകൾ പിന്നെ പൗത്തിട്ടില്ല വെറുതെ എന്ന് പറയൂ, ഇത് മുറിച്ചുകൊണ്ടോണോ? പക്ഷെ ഇതിലെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയും കിട്ടിയിട്ടുണ്ടല്ലേ? ഇത് നമ്മൾ പോയി. ഇതിപ്പം മൂന്നാമത്തെ ഡ്രമ്മാണ് ഈ നിൽക്കുന്നത്. 2 പോയി. ഇനി ഒന്നും കൂടെ താഴത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ അമ്മിണി പറഞ്ഞേ, ഒന്നിന്റെ മുകളിലോട്ടോ ഗ്യാരണ്ടി. 1,200 ഒന്നാണ് പറഞ്ഞത്. 1,200 കേട്ടോ. ഇതിപ്പം പിടി പോയി കഴിഞ്ഞാൽ വിഷയമാണ്. ഇത് വാങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പം 1 കിലോ മാങ്ങ വെച്ചാൽ കൊടുത്താൽ 1,200 പോകും. ഒരു മാങ്ങ തന്നെ മതി 1 കിലോ. അല്ല, 1 കിലോ കൊടുത്ത കണക്കാരൻ നഷ്ടമല്ലേ? 200 വന്ന് 1 കിലോ വെച്ചാൽ മുറിച്ചു കൊടുക്കേണ്ടി വരില്ലേ? നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്താ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ? ഇതിന്റെ പച്ചമാങ്ങ നമ്മൾ ട്രേസ് നോക്കിയപ്പോൾ നല്ല പുളിയായിരുന്നു. അപ്പം പൊക്കുമ്പോൾ നല്ല മധുരം വരണം. എന്താ നമ്മൾ നോക്കുക വേണം. നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ടൈം ആണ്. യെസ്. ഇതും എനിക്ക് തോന്നുന്നു സീഡ് വളരെ നൈസാണോ? വളരെ നൈസാണ്. അന്നും വളരെ കുറവായിരുന്നു. ഐ മീൻ ജ്യൂസിയാണ്. സംഭവം ജ്യൂസിയാണ്, വളരെ ജ്യൂസിയാണ്. കാരണം കണ്ടല്ലോ, ഇനി ഒന്നുകൂടി ജ്യൂസിയാണ്. ഒരു വെട്ടുകൂടി എടുത്ത ജ്യൂസി ഇങ്ങനെ അതേപോലെ വരുന്നതാ. സാറ് ജ്യൂസിയാണ്. ഇനി ബാക്കി നമുക്ക് നോക്കാം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇല്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. എന്താണ് കഴിച്ചിട്ടില്ലല്ലോ, പച്ചില കഴിച്ചിട്ടുള്ളൂ. ചെറിയൊരു ഫൈബർ ഉണ്ടോ? കുറച്ച് ഫൈബർ കണ്ടിട്ടുണ്ടോ? കാരണം ഇതൊക്കെ പഴയ ഇനങ്ങളിൽ പെട്ടതല്ലേ, നാടൻ ഇനങ്ങളാണ്. പണ്ടത്തെ പഴമ നിലനിർത്തുന്ന ഇത് കത്തി എത്തുന്നില്ല കേട്ടോ അപ്പുറത്തേക്ക്. അങ്ങനെ പ്രശ്നം ഉണ്ടായി. വലിയ കത്തി കൊണ്ടിട്ടുണ്ട്. ആ പകുതി മുറിച്ചിട്ട് കത്തി ഫുള്ള് ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പളാ മുറിഞ്ഞു കിട്ടിയ നോക്കിയത്. ചെറിയ ഫൈബർ സംശയം. ഇതിന്റെ പകുതിയായിട്ട് നമ്മൾ മുറിച്ചേ. സംശയം എന്താ കണ്ടോളൂ. പകുതി ഇല്ല, കാൽഭാഗം. അങ്ങനെയില്ല, നമ്മളിതില് ഹാഫ് സെന്റർ പോർഷൻ മുറിച്ചിട്ട് വണ്ടിയുടെ പ്രപ്പോർഷൻ മനസ്സിലാവണമെങ്കിൽ ഫൈബറാണ്. പക്ഷെ ഭയങ്കര ജ്യൂസിയാണ് കേട്ടോ. ജ്യൂസിയാണ്, ഫൈബറാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? അപ്പൊ നമുക്ക് അങ്ങനെ കഴിച്ചു നോക്കല്ലേ? ഒരു ഓവർ മധുരമില്ല, പക്ഷെ നമ്മൾ ആ ഒരു ഫ്രൂട്ടില്ലേ, അതെ, ആ ഫ്രൂട്ടിന്റെ ഫ്ലേവർ കേട്ടോ. ശരിയാണ്, ഫ്രൂട്ടിന്റെ ഫ്ലേവർ ഉണ്ടാ. കറക്റ്റ് ഫ്രൂട്ടിന്റെ ഒരു ഫ്ലേവർ ആണ് നമുക്ക് കിട്ടുന്നത്. ടെറയിൽ ഗാർഡൻ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ലോങ്ങന് ചാമ്പ ഇനങ്ങളായിട്ടുള്ള ബാലി ചാമ്പ, ആപ്പിൾ ചാമ്പ, ഉമ്മർ ചാമ്പ, ലോങ്ങൻ തന്നെ 4 സീസണ്, പിന്നെ നമ്മുടെ റൂബി റെഡ്, ഡയമണ്ട് റെഡ്, പിങ്ക് പോങ് പോലത്തെ ഐറ്റംസ് അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പുലാസാൻ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടെ തന്നെ നമ്മുടെ ബുഷ് ഓറഞ്ച്, അതുപോലെ നമ്മുടെ സീഡ്ലെസ് ലെമൺ, നാരങ്ങ, അതുപോലെ തന്നെ പൊമില പോലത്തെ വലിയ ബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞ നാരങ്ങ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ജാതിക്ക എന്ന് പറഞ്ഞ ജാതിക്ക നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മാംഗോസിൻ്റെ സീ ടൈപ്പാണ് വരുന്നത്. പിന്നെ ലെയർ തന്നെ മറ്റ് ചെറിയ ഐറ്റംസ് ആയിട്ടുള്ള മറ്റേ ഐറ്റംസ് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ ലെയർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന തൈകളൊന്നും ചെറിയ ക്വാണ്ടിറ്റി ഒന്നല്ലല്ലോ. ഇല്ല, നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രോപ്പിക്കൽ ഒരു ബട്ടർ പറഞ്ഞിട്ടൊക്കെ ഈ അറ്റത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അറ്റത്ത് മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലോട്ടാണ്. ഇതുപോലത്തെ വേറെ 2 പ്ലോട്ട് താഴ്ത്തിനിയുണ്ട് കേട്ടോ. പ്രൊഡക്ഷൻ ചെയ്ത് ഇറങ്ങുന്നതല്ലേ. ഇത് ഫുൾ ട്രോപ്പിക്കൽ ബട്ടർ ഒറ്റ പേരിൽ നമ്മൾ കൊടുക്കുന്നത്. ഇത് പല അവസ്ഥയുണ്ട്. നമ്മുടെ അറിയില്ല, എ ടൈപ്പ് ബി ടൈപ്പ് ഫ്ലവറിങ് വരുന്നുണ്ട്. അതായത് രാവിലെ പൂവ് ആൺപൂ, പെൺപൂവ്, ഉച്ചയ്ക്ക് ശേഷം പെൺപൂ ആൺപൂവാകും. ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ആയത് അടുത്ത ദിവസം രാവിലെ ആകും.
അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ഈ ഫ്ലവറിങ് മാത്രം ചെയ്ത് പോകുന്നൊരു പ്രശ്നം വരുന്നത്. ഇപ്പം ചില ഫ്ലവേഴ്സ് എന്ത് ചെയ്യും, 2 ഫ്ലവർ ഒരു ടൈമിൽ കുറച്ച് സമയത്ത് വരും, അതിലാണ് കായ്കൾ കൂടുതൽ ഉണ്ടാകുന്നത് ഒറ്റമരം എടുക്കുമ്പം. അല്ലാണ്ട് നമ്മൾ എയും ബിയും മിക്സ് ആക്കി നടണം. പക്ഷേ ഇങ്ങനെ ഒറ്റമരം കായ്ച്ച് വന്നത്, അതായത് ഒരു മരത്തിന് 2 ഫ്ലവർ ഒരേ ടൈം ഒന്ന് കായ്ക്കുന്ന മരങ്ങളെ തേടി പിടിച്ചിട്ട് അങ്ങനത്തെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മളൊക്കെ വി ഗ്രാഫ്റ്റ് അല്ലേ മെയിനായിട്ട്? ഒക്കെ നമ്മൾ വി ഗ്രാഫ്റ്റ് ആണ്. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ മരങ്ങൾ ഇപ്പം പലരും വെറൈറ്റി പറഞ്ഞ് വെക്കുന്നത്, നമ്മൾ വെറൈറ്റി വെക്കാത്തത് ഇതൊക്കെ സീഡ് മുളപ്പിച്ച് ഉണ്ടാക്കിയ തൈകളാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ട്രോപ്പിക്കൽ ചൂടത്ത് കായ്ക്കുന്ന എൻഷുർ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ മലപ്പുറം ഈ റീജിയനിലുള്ള തൈകളാണല്ലോ. ഇതൊക്കെ വെയിലത്തിന് അധികം നിൽക്കുന്നത്, അതുപോലെ കാണാൻ പറ്റും വെയിലത്തിന് പട്ടണം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എൻഷുർ ഇത് കൊടുക്കാൻ കഴിയും വെയിലത്ത് കായ്ക്കുന്നുള്ളത്. അതായത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്നുള്ളൂ 100% ഉറപ്പത്രേ ഉള്ളൂ. ആ ഒരു ഉറപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന് നമ്മൾ വെറൈറ്റി തിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ബട്ടർ ക്വാണ്ടിറ്റി, വലുപ്പം, സീഡ്, കളറൊക്കെ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വർഷം മുതൽ ചിലപ്പോൾ നമ്മൾ ഇതിനൊരു പേരുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ നമ്മളിപ്പം നോർമലായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ വീഗിലായിക്കോട്ടെ, ഹാസനെ കുറേ സാധനമാണ് വരുന്നത്. അത് നമുക്ക് വിത്തിട്ട് ഇത് ആസ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല. പലരും കൊടുക്കുന്നുണ്ടായിരിക്കും. ഞാൻ മാങ്ങയിൽ പറഞ്ഞ പോലെ തന്നെ സീഡിൽ ഇട്ടാലും പല വേരിയന്റും വരാം. അപ്പോൾ ഏത് ക്രോസുമായി വന്നാൽ നമുക്ക് പറയാൻ. അപ്പോൾ നമുക്ക് ആ പേരിൽ കൊടുക്കാൻ കഴിയില്ല. കൊടുക്കണമെങ്കിൽ നമുക്ക് അതിന് തറവ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ നമ്മുടെ നിങ്ങളൊന്ന് ചോദിക്കാൻ നമ്മൾ എടുത്ത മരങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരാൻ കഴിയും. ഏതൊക്കെ മരം എവിടുന്നൊക്കെ ഏതൊക്കെ തീയതികൾ എടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനത്തെ മരത്തെ കുറിച്ച് പഠിച്ച് നമ്മളൊരു കറക്റ്റ് വെറൈറ്റി ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു വെറൈറ്റി പേരായിട്ട് നമുക്ക് ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിനെക്കുറിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാംഡോക്മായി നമ്മൾ നേരത്തെ കഴിച്ചല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ഇനങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. നാംഡോക്മായുടെ ഗോൾഡ് ഐറ്റംസ് ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണല്ലോ. ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ്. കാരണം നമ്മുടെ എല്ലാ ലൈനിലും നമുക്ക് മദർ പ്ലാന്റ്സ്, എല്ലാ ബോർഡർ ഫുൾ മദർ പ്ലാന്റ്സ് ഉണ്ട്. സെപ്പറേറ്റ് തോട്ടങ്ങൾ വേറെ ഉണ്ട്. ഇതൊക്കെ കൂടുതലും ഈ ഭാഗങ്ങളിൽ കൂടുതൽ വെസ്റ്റേൺ വെറൈറ്റീസ് ആണ് വരുന്നത്. നാടനായിട്ട് ഐറ്റംസ് അപ്പർ സൈഡിലും വരുന്നുണ്ട്. മാവ്, പ്ലാവ് പോലത്തെ എല്ലാം ഇവിടെ വരുന്നുണ്ട്. അടിയിൽ പിന്നെ നമ്മുടെ സീഡ്ലെസ് ലെമണ്, അടിയിൽ വെരിഗേറ്റഡ് ചിക്കു, അതുപോലെ തന്നെ ചെമ്പോ ചിക്കു, അതിൻ്റെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. മുണ്ടപ്പ പറഞ്ഞ മാങ്ങ നല്ല വലിയ മാങ്ങയാണ്. ഉരുണ്ട മാങ്ങ, നല്ല പൊടിയുള്ള മാങ്ങ, നല്ല ടേസ്റ്റും നല്ല മധുരമാണ്. നമ്മളിപ്പം ഇന്നലെ നമുക്ക് കഴിച്ച് ആയിട്ടുണ്ട്. ഇതൊക്കെ മൂത്തിട്ടുണ്ട്, ആവുന്നേ ഉള്ളത്. ശേഷം ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഡ്രമ്മിൽ ഒരു ഫുൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്താണുള്ളത്. അത് ഫുൾ ഡ്രമ്മിലാണ്. അതെ, നമ്മൾ ഡ്രമ്മിലായിട്ടും നിലത്ത് 2 രീതി മരം വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ നമ്മൾ കട്ടിങ്സ് എടുക്കാറുണ്ട്. ഇങ്ങനത്തെ പോലത്തെ മരത്തിൽ കാഴ്ച നല്ല മരമാണെന്ന് ഉറപ്പായ സാധനങ്ങൾ നമ്മൾ എടുത്ത് ചെയ്യാറുണ്ട്. ഇത് നല്ല മാങ്ങയാണ്, നല്ല പൊടിയുള്ള നല്ല മാങ്ങയാണ്, അടിപൊളി മാങ്ങയാണ്, ടേസ്റ്റ് ഉണ്ട്. ഡ്രമ്മിൽ വളർത്തിയിട്ടുള്ള നാസിക് പസന്തിനെത്തിപ്പെട്ട മാങ്ങയാണ്. കാണാൻ അതിസുന്ദരമാണല്ലേ, നല്ല ഭംഗിയാണ്. അത് ചെടിയും നല്ല ഭംഗിയാണ്, ബുഷായിട്ട് നിൽക്കും. കണ്ടില്ലേ, ചെറിയ ചെറിയ ഇലകളായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ്. കാണാനും കാണാൻ നല്ല മതി, നല്ലത്. ഇതൊക്കെ ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ട് ഈ പ്ലാന്റ് ഒക്കെ? ഇതൊക്കെ ഏകദേശം 2.5 വർഷമൊക്കെ ആവുന്നുള്ളൂ. ഓക്കെ, നമുക്ക് കൊടുക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രമ്മോട് നമ്മൾ കൊടുക്കും. ഡ്രമ്മോട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാണ്? നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിൽ ചിറയൽച്ചുങ്കം എന്ന സ്ഥലത്താണ്. നിങ്ങൾ മലപ്പുറം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മുടെ കുളപ്പുറം പോകുന്ന റോഡിലേക്ക് വന്നാൽ ചിറയൽച്ചുങ്കം. അല്ല, തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കുളപ്പുറത്ത് നിന്ന് കൊണ്ടോട്ടിലേക്ക് പോകുന്ന റോഡിൽ വന്നാൽ ചിറയൽച്ചുങ്കം. അവിടുന്ന് നേരെ നമ്മുടെ ചെറിയക്കാട് റോഡുണ്ട്. ചിറയൽച്ചുങ്കം ചെറിയക്കാടിലേക്ക് പോകുന്ന റോഡിൽ വന്നാൽ അമരച്ചാൽ നമ്മുടെ എസ്കോള കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അല്ല, നിങ്ങൾ ഇനി വേങ്ങര സൈഡിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ അച്ഛനമ്പലം വന്ന് ചെറിയക്കാടിന്ന് ചിറയൽച്ചുങ്കത്തേക്ക് പോകുന്ന വഴിയിൽ വന്നാൽ അമരച്ചാലിൽ നമ്മുടെ സ്കൂൾ കോളേജിലേക്ക് മുൻവശത്തായിട്ടാണ് നമ്മുടെ നഴ്സറി വരുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ കറക്റ്റ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ നമ്പർ 55 59 99 30 18 വിളിച്ചാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്.